കുന്നംകുളം പീച്ചി കസ്റ്റഡി മർദ്ദനങ്ങളിൽ നടപടിയെടുക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ 24-നോട്. പോലീസിനെതിരെ ഉയർന്ന പരാതികൾ ഗൗരവമായി എടുക്കുന്നു. കസ്റ്റഡി മർദ്ദനങ്ങളിൽ അടുത്ത ആഴ്ച യോഗം വിളിക്കും. പരാതികൾ ഗൗരവമായി പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും DGP റവാഡ ചന്ദ്രശേഖർ 24-നോട് പറഞ്ഞു. കുറച്ച് പരാതികൾ ഉണ്ടായിരുന്നു, അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓരോരോ ഏത് പരാതി കിട്ടുവാണെങ്കിലും നമ്മൾ അതിലത്തെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഗൗരവമായിട്ട് തന്നെ നോക്കുന്നതാണ്. ആവശ്യമുള്ള നടപടി നമ്മൾ സ്വീകരിക്കുന്നതാണ്. ആൾറെഡി നിങ്ങൾക്കറിയാം, നമ്മുടെ 2 പരാതികളിലെ നമ്മൾ നടപടി ക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നിയമാവശം നോക്കിയിട്ട് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നമ്മൾ നടപടി സ്വീകരിക്കാൻ പോകുന്നതിലേക്ക് പോലീസും പൊതുജനത്തിൻ്റെ സമൂഹം തന്നെ ഒരു ഭാഗമാണ്. അതിനെ ജനങ്ങൾക്ക് പോലീസ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉറപ്പ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആർക്കും എപ്പോഴാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലാം. ആവശ്യമുള്ള രീതിയിൽ ആക്സസിബിലിറ്റി നമ്മുടെ ഹാൾമാർക്കാണ് കേരള പോലീസിൻ്റെ. അത് ഞങ്ങൾ വീണ്ടും ഒരിക്കലും കൂടെ ഉറപ്പാക്കുന്നുണ്ട്. അവിടെ നമ്മുടെ കാര്യങ്ങളെല്ലാം നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നത് നിർദ്ദേശം പോലീസ് ഉദ്യോഗസ്ഥർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഉറപ്പാക്കുന്നതാണ്. ഇതിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ബ്രീഫിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും അവർക്ക് ഡിപ്ലോയ് ചെയ്യുമ്പോൾ തന്നെ നല്ല ബ്രീഫ് ചെയ്യുക, അവരുടെ മേൽനോട്ടം ആവശ്യമുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ തീർച്ചയായിട്ടും അവിടെ സ്വീകരിക്കുന്നതാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഷഫീദാണ് ഇപ്പോൾ DGP റവാഡ ചന്ദ്രശേഖറുമായി സംസാരിച്ചത്. ഷഫീദ്, ഏതായാലും ഗുരുതരമായ ആരോപണങ്ങൾ അത് CPO മുതൽ അങ്ങ് DYSP വരെയുള്ള റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ പലയിടത്തു നിന്നായി വരുന്നു. അതിൽ പല പരാതികളും പോലീസ് റിപ്പോർട്ട് വരെ പൂഴ്ത്തിയെന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം സംശയനീഴിലും പ്രതിപട്ടികയിലും നിൽക്കുമ്പോഴാണ് DGPയുടെ പ്രതികരണം വരുന്നത്. അടിയന്തരമായ ഒരു ഇടപെടലിലേക്ക് പോവുകയാണോ പോലീസ് ആസ്ഥാനം? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുന്നംകുളവും പീച്ചിയും അടക്കം കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പോലീസിന്റെ അതിക്രമങ്ങൾ സംബന്ധിച്ചിട്ടുള്ള പരാതികൾ, വാർത്തകൾ, ദൃശ്യങ്ങൾ, അതിന്റെ തെളിവുകളടക്കം അത് കോടതിക്ക് മുൻപിലേക്ക് അടക്കമെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നടപടികൾ വൈകിപ്പിക്കാൻ മനഃപൂർവ്വം ശ്രമിച്ച ഇടപെടലുകളുടെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പോലീസ് മർദ്ദനങ്ങളെ DGP റവാഡ ചന്ദ്രശേഖർ ന്യായീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ആശ്വാസകരമായ ഒരു കാര്യം. മാത്രമല്ല, മുൻപൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസിനെതിരെ ആക്ഷേപം വരുമ്പോൾ സംഘടിത സേനയ്ക്കെതിരെ ആക്ഷേപം വരുന്നു എന്നുള്ള തിരിച്ചുള്ള വിമർശനമാണ് സാധാരണ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ റവാഡ ചന്ദ്രശേഖർ ആകട്ടെ ഇക്കാര്യത്തിൽ ഈ വീഴ്ചകളിൽ അതേപോലെ തന്നെ പോലീസ് അട്രോസിറ്റീസിലൊക്കെ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. കുന്നംകുളം പീച്ചി സ്റ്റേഷനിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ കർശന നടപടികൾ ഉണ്ടാകും. മാത്രമല്ല, നിയമവശങ്ങൾ പരിശോധിക്കേണ്ട സമയം മാത്രമാണ് ഇപ്പോൾ എടുക്കുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം മറ്റു പരിശോധനകളെ സംബന്ധിച്ചിട്ട് വിശദമായ പരിശോധനാ നടപടികളിലേക്ക് പോലീസ് ആസ്ഥാനം കടക്കുന്നു എന്നുള്ള സൂചന കൂടി അദ്ദേഹത്തിന്റെ വാക്കുകളുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അടുത്ത ആഴ്ച ഇത് സംബന്ധിച്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ചേരും എന്നുള്ള കാര്യം ഇപ്പോൾ അദ്ദേഹം തന്നെ, DGP തന്നെ, പോലീസ് മേധാവി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. അദ്ദേഹം പറഞ്ഞത് ക്രമസമാധാന പാലനത്തിലെ പാളിച്ചകൾ, ബുദ്ധിമുട്ടുകൾ അടക്കം ചർച്ച ചെയ്യാൻ അടുത്തയാഴ്ച ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേരും. അത് റേഞ്ച് IGമാർ തൊട്ടു ഇങ്ങോട്ടേക്ക് സംസ്ഥാന പോലീസ് മേധാവിമാർ പങ്കെടുക്കുന്ന ക്രമസമാധാന ചുമതല, ലോ ആൻഡ് ഓർഡറിൽ നേരിട്ടിടപെടുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമായിരിക്കും ചേരുക. ആ യോഗത്തിൽ കൃത്യമായി ഇതുവരെ ഉണ്ടാകുന്ന പരാതികൾ എന്തൊക്കെ നടപടിയെടുത്തു, അതിന്റെ റിപ്പോർട്ടുകൾ എവിടെ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വിശദമായ ഒരു പരിശോധന ഉണ്ടാകും എന്ന് DGP തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആർക്ക് വേണമെങ്കിലും പോലീസ് സ്റ്റേഷനുകളിൽ ചേരാം, പോലീസും പൊതുജനങ്ങളും ഒരുമിച്ച് നിൽക്കണം. ഈ വിഷയങ്ങളിൽ അതിൽ ഈ നിയമപരമായ എല്ലാ സഹായങ്ങളും പൊതുജനങ്ങൾക്ക് ഉറപ്പിക്കും. പൊതുജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ പോലീസുകാർക്ക് കർശന നിർദ്ദേശങ്ങൾ നൽകുമെന്നും പരാതികൾ ഗൗരവമായി പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിനനുസരിച്ച് സേന ഇനി പ്രവർത്തിക്കുമെന്നടക്കമുള്ള കാര്യങ്ങളും റവാഡ ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു. ഏതായാലും ആശ്വാസം, ഈ വിഷയങ്ങളിൽ സംസ്ഥാന പോലീസ് മേധാവി, പോലീസ് തലപ്പത്തെ ഒന്നാമൻ അദ്ദേഹം ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല, പകരം നടപടി എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയുമാണ്. ഗോകുൽ. ഷഫീദ്, കേരള പോലീസിന്റെ ആക്സസിബിലിറ്റിയാണ് അതിന്റെ മുഖമുദ്ര എന്നിപ്പോൾ DGP പറയുന്നുണ്ട്. നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളെ തട്ടിച്ചു നോക്കിയാൽ കേരള പോലീസ് കുറെ കൂടി സൗഹാർദ്ദപരമായി പലയിടത്തും ഇടപെടും എന്നതാണ് നമ്മളുടെ അനുഭവം പൊതുവിടങ്ങളിലൊക്കെ. പക്ഷേ സ്റ്റേഷനുകളിൽ അതിക്രൂരമായ മർദ്ദനത്തിന്റെയും കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നതിന്റെ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് പേരൂർക്കടയിലെ ബിന്ദുവും പിന്നീട് കുന്നംകുളത്തെ സുജിത്തുമൊക്കെ. പക്ഷേ ഇവരൊക്കെ നടത്തിയ നിയമ പോരാട്ടങ്ങളാണ് ഈ സാഹചര്യങ്ങൾ, എന്താണ് സ്റ്റേഷനുകളിൽ സംഭവിക്കുന്നതെന്ന് പുറത്തേക്ക് വരാൻ, സത്യാവസ്ഥ പുറത്തു വരാൻ കാരണമായത്. തുടർ നടപടികളിലേക്ക് പോകാൻ സമാനമായി മർദ്ദനം നേരിട്ട ആളുകളൊക്കെ ഒരുങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇത് ഒരുപക്ഷെ കോടതി നടക്കം പോലീസിന് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യും. സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുകൂടി, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുകൂടി ഈ പരാതികളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുമ്പോൾ ഒരു കൃത്യമായ നിർദ്ദേശം വന്നു എന്ന് വേണ്ട മനസ്സിലാക്കാൻ. അതുപോലെ ഈ ഒരു സംഭവത്തെ സംബന്ധിച്ച് ഒന്നാമത് തെരഞ്ഞെടുപ്പ് വർഷമാണ്, രണ്ടാമത്തേത് മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രിയുടെ വകുപ്പ്. ആ വകുപ്പിൽ ഇത്രയധികം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വിമർശനങ്ങൾ ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും
സർക്കാരോ CPM അവർ വിചാരിക്കുക പോലും ആലോചിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. പക്ഷേ തുടരെ കുന്നംകുളത്തെ സംഭവത്തിന് ശേഷം പോലീസിനെതിരെ വ്യാപകമായിട്ടുള്ള പരാതികൾ ഉയരുന്നുണ്ട്. നോക്കൂ, ഈ ലോക്നാഥ് ബെഹ്റയ്ക്ക് ശേഷം അനിൽകാന്ത്, ഷെയ്ഖ് ദർവേഷ് സാഹിബ് അടക്കമുള്ള ആളുകളുടെ ഈ മൂന്ന് പോലീസ് മേധാവിമാരുടെ ടീമിലും ഏതാണ്ട് 36ലധികം പ്രത്യേക സർക്കുലറുകൾ പോലീസ് സ്റ്റേഷനിലെ എത്തുന്ന പൊതുജനങ്ങളോടുള്ള പോലീസിന്റെ പെരുമാറ്റം സംബന്ധിച്ച് അവർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലറിലൊക്കെ, അതായത് ആഴ്ചയ്ക്ക് ഇറക്കുന്ന സർക്കുലറിലൊക്കെ പറയുന്ന കാര്യം പെരുമാറ്റം നന്നാക്കണം എന്നാണ്. എന്നാൽ ആ പെരുമാറ്റം നന്നാവുന്നില്ല എന്ന് മാത്രവുമല്ല, പോലീസ് സ്റ്റേഷനുകളിൽ ഇടിമുറികൾക്ക് അപ്പുറത്തേക്ക് പോലീസ് സ്റ്റേഷന്റെ പബ്ലിക് ആക്സസ് ഉള്ള ഏത് മുറിയിൽ കൊണ്ടിട്ടും ക്രൂരമായി ആളുകളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നപ്പോൾ ന്യായീകരിക്കാൻ ഒരു തരത്തിലും സ്കോപ്പില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് കുന്നംകുളം വിഷയത്തിൽ ആ FIR തന്നെ നിലനിൽക്കില്ല എന്ന് അന്ന് തന്നെ കോടതി കണ്ടെത്തുകയും പിന്നീട് അയാളെ വെറുതെ വിടുകയും ഒക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അതിനുശേഷം പീച്ചിയിലേക്ക് എത്തിയാലും അതിന്റെ നിയമവശങ്ങളിൽ പോലീസിന് തന്നെയാണ് തിരിച്ചടി. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ പുറത്തു വരുന്ന ഈ അടൂരിൽ നിന്നടക്കം പുറത്തു വരുന്ന ചില വെളിപ്പെടുത്തലുകളും പരാതികളും ഒക്കെ ഉണ്ട്. അത് പോലീസിനെ സംബന്ധിച്ച് ന്യായീകരിക്കാൻ അവർക്ക് കഴിയില്ല എന്നതിനപ്പുറത്തേക്ക് അവരുടെ അട്രോസിറ്റീസ്, അതായത് അവർ ഒളിച്ചു വെച്ച കാര്യങ്ങൾ അത് പുറത്തേക്ക് വന്നു. ഈ ഉദ്യോഗസ്ഥരെ രക്ഷിക്കാൻ, ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം ഒരുക്കാൻ, അവർക്കെതിരെ നടപടിയിൽ നിന്ന് മാറാൻ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ ഇടപെടൽ സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ നമ്മൾ പുറത്തു വന്നതാണ്. പീച്ചി സ്റ്റേഷനിലെ SI പിന്നീട് കൊച്ചി പരിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനിൽ CI വന്നു. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് ദക്ഷിണ മേഖല IG-യുടെ ഓഫീസിൽ കാലങ്ങളായി കുടുങ്ങിക്കിടന്നു, ഏതാണ്ട് 7 മാസത്തോളം കുടുങ്ങിക്കിടന്നു. ഇതിന്റെയൊക്കെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും ഇതിൽ ന്യായീകരിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, പരമാവധി മുഖം രക്ഷിക്കാനുള്ള നടപടി എന്ന രീതിയിലേക്കായിരിക്കും സർക്കാരും മുഖ്യമന്ത്രിയും നിർദ്ദേശം കൊടുക്കുക. അതിന്റെ ഭാഗമായി ചില നിർദ്ദേശങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഏതായാലും ഒരുപാട് വൈകി, 3 വർഷത്തിലധികം വൈകിയ സംഭവങ്ങളിൽ ഇപ്പോഴെങ്കിലും നടപടിയെടുക്കാനുള്ള കേരള പോലീസിന്റെ അവരുടെ തീരുമാനത്തെ നമുക്ക് അതിനെ ഏതെങ്കിലും തരത്തിൽ അതിനെ നമുക്ക് അഭിനന്ദിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നതിൽ നമുക്ക് ആശ്വസിക്കാം. ഇനിയും ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ വിഷയത്തിൽ പോലീസിന് ലഭിക്കുന്ന പരാതികളിൽ വിശദമായ പരിശോധന ഉണ്ടാകും. ഏതെങ്കിലും റിപ്പോർട്ടുകൾ ഈ രീതിയിൽ പൂഴ്ത്തി വെച്ചിട്ടുണ്ടോ, അതല്ലെങ്കിൽ അത് കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ അടുത്തയാഴ്ച വിളിച്ചിരിക്കുന്ന ഉന്നതതല യോഗത്തിൽ ആ റിപ്പോർട്ടുകളൊക്കെ പൊടിതട്ടിയെടുത്ത കാര്യത്തിൽ നടപടിയിലേക്ക് കടക്കണം എന്ന സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് നിർദ്ദേശം നൽകാനും സാധ്യതയുണ്ട്. ഗോകുൽ, ഷഫീദ്, സോഷ്യൽ മീഡിയയിലടക്കം ട്രോളുകളും പോസ്റ്റുകളും ഒക്കെയായി, റീലുകളും ഒക്കെയായി വലിയ ജനകീയ പിന്തുണയുള്ള കേരള സേന. ആ സേനയിലെ ആളുകൾക്ക് ആക്സസ് എന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസമായിരുന്നെങ്കിൽ അവിടെ ഒരു ഭയപ്പാടോടുകൂടി ആളുകൾ പോലീസ് സ്റ്റേഷനുകളെ കാണുന്ന നിലയിലേക്ക് പല ദൃശ്യങ്ങളും, ഈ പുറത്തു വന്ന പല ദൃശ്യങ്ങളും അത്തരത്തിലൊരു അനാവശ്യമായ ഭീതി, ഭയം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ കള്ളക്കേസുകളിൽ കുടുക്കും, സ്റ്റേഷനിൽ കയറിപ്പോയാൽ എന്താവും തിരിച്ചിറങ്ങുന്ന അവസ്ഥയെന്ന് സംശയം തോന്നുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആശങ്ക തോന്നുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് നിലവിലത്തെ സാഹചര്യങ്ങൾ. ഈ തുടർച്ചയായ ആരോപണങ്ങൾ, അതിൻ്റെ തെളിവുകൾ പുറത്തു വരുമ്പോൾ മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് രാഷ്ട്രീയമായി മേൽക്കൈ നിന്ന് LDF-നും CPM-നും വലിയ തലവേദനയായി മാറുകയാണ്. ജനകീയ പ്രതിഷേധത്തിലേക്ക് പോലീസ് സ്റ്റേഷനുകളിലാകെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ഇന്ന് കോൺഗ്രസ് മാർച്ച് നടത്തുന്നു. അങ്ങനെ രാഷ്ട്രീയമായി കൂടി പ്രതിരോധത്തിലാവുകയാണ് ഈ വിഷയങ്ങളിൽ CPM-ഉം സർക്കാരും. ഉറപ്പായിട്ടും. കാരണം KPCC-യുടെ ഇന്നത്തെ പോലീസ് സ്റ്റേഷൻ മാർച്ച് അതൊരു സംസ്ഥാന വ്യാപക ക്യാമ്പയിനായി അവർ എടുത്തു കഴിഞ്ഞു. യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ജില്ലാ കേന്ദ്രങ്ങളിലും സെക്രട്ടേറിയറ്റ് അടക്കമുള്ള സ്ഥലങ്ങളിലേക്കും പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 വശങ്ങൾ. ഒന്ന്, ഈ പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിയമസഹായം നൽകേണ്ട, പൊതുജനങ്ങളുടെ സ്വത്തും അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിനും സുരക്ഷ ഒരുക്കേണ്ട പോലീസിംഗ് സംവിധാനം എത്രത്തോളം അവരോട് മോശമായി, അത് ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ സ്വഭാവത്തിലുള്ളവരോട് പെരുമാറിയതല്ല, മറിച്ച് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് പോലീസിനെ ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ചെയ്തികളെ കുന്നംകുളത്തുണ്ടായത് അതാണ്. ചെയ്തികളെ ചോദ്യം ചെയ്തവരൊക്കെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് പോലീസ് സേനയിലെ കുറച്ചു പേരുടെയെങ്കിലും ഒരു മനോനിലയെങ്കിലും അത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. മാത്രമല്ല, നേരത്തെ ഈ പോലീസ് മർദ്ദന പരാതികൾ അതൊക്കെ വരുമ്പോൾ ആ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി എവിടെ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയും അങ്ങനെ ഒരു വെള്ളാനയായി പോയി എന്നൊക്കെയുള്ള വിമർശനം അതിന്റെ ഭാഗമായി ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തും ചെയ്യാം, സംരക്ഷിക്കപ്പെടുമെന്നുള്ളൊരു ചിന്ത സേനയിലെ കുറച്ചു പേർക്കെങ്കിലും പ്രിയപ്പെട്ടവർക്കെങ്കിലും കൊടുക്കുന്നു എന്നുള്ള വിമർശനം അത് പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വിമർശനങ്ങൾ, പോലീസിന്റെ പ്രവർത്തികൾ, ലോ ആൻഡ് ഓർഡർ പരിപാലനത്തിൽ അവർ എടുക്കുന്ന ചില സ്റ്റാൻഡുകളൊക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ പബ്ലിക് ഓഡിറ്റിംഗിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ സർക്കാരിനെയും CPM-നെയും സംബന്ധിച്ചിടത്തോളം അത് പ്രതിരോധിച്ച് നിൽക്കുക അത് വളരെ പാടുപെട്ടൊരു കാര്യമാണ്. CPI തന്നെ അവരുടെ നിലപാട് ഇന്ന് CPI മന്ത്രിമാരടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. CPIക്ക് പോലീസ് മർദ്ദനമോ പോലീസ് കരാവോയോ അതല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട് ഇടിക്കലോ ഒന്നും പോലീസ് നയമായി CPI കാണുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് വർഷം, തദ്ദേശ
തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഏറ്റവും കൂടുതൽ എല്ലാ സർക്കാരുകൾക്കും പഴികെളുക്കുന്നത് പോലീസ് വഴിയാണ്. അങ്ങനെയുള്ളൊരു പോലീസിനെ സംബന്ധിച്ച് മുൻപ് ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലേക്ക് പോലീസ് മർദ്ദന ദൃശ്യങ്ങളടക്കം പുറത്തേക്ക് വന്ന് അതടക്കം ഓഡിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിരോധം എളുപ്പമാകില്ല. പകരം നടപടിയെടുക്കുക, മുഖം രക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഇനി ഇക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പും സർക്കാരും പോലീസും CPM ഒക്കെ ചെയ്യാൻ പോകുന്ന കാര്യം. അതവർ ചെയ്യുന്നുണ്ട്. കുന്നംകുളം തൃശൂർ സംഭവങ്ങളിൽ ഉടൻ നടപടി, കടുത്ത നടപടി, സർവീസ് ടെർമിനേഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നുണ്ട്. അതേസമയം മറ്റു സംഭവങ്ങളിൽ പരാതികൾ ഗൗരവമായി പരിശോധിക്കുന്നുണ്ട്. ഏത് പരാതി കിട്ടിയാലും വിശദമായ പരിശോധന എന്നുള്ളൊരു നിർദ്ദേശം അത് സംസ്ഥാന പോലീസ് മേധാവി പുഴുക്കുത്തുകൾ സേനയുടെ ആകെ മുഖം വികൃതമാക്കുന്ന തരത്തിലേക്ക് പോകുന്നു എന്നത് പല തെളിവുകളടക്കം പലരുടെയും പരാതികളിലെ ഉപോത്ബലകമായി അവർ നടത്തിയ നിയമ പോരാട്ടത്തിലൂടെ പുറത്തു വന്ന ദൃശ്യങ്ങളടക്കം തെളിവായി മാറിയ കാലഘട്ടത്താണ്. ഇപ്പോൾ DGP തന്നെ ഏതായാലും ഈ സംഭവങ്ങളെ തള്ളി പറയുന്നുണ്ട്. അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് 24-നോട് DGP റവാഡ ചന്ദ്രശേഖർ പറഞ്ഞത്. ആ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. കുറച്ച് പരാതികൾ ഉണ്ടായിരുന്നു, അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓരോരോ ഏത് പരാതി കിട്ടുവാണെങ്കിലും നമ്മൾ അതിലത്തെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഗൗരവമായിട്ട് തന്നെ നോക്കുന്നതാണ്. ആവശ്യമുള്ള നടപടി നമ്മൾ സ്വീകരിക്കുന്നതാണ്. ആൾറെഡി നിങ്ങൾക്കറിയാം, നമ്മുടെ 2 പരാതികളിലെ നമ്മൾ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നിയമാവശം നോക്കിയിട്ട് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ നമ്മൾ നടപടി സ്വീകരിക്കാൻ പോകുന്നതിലേക്ക് ഇതിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ബ്രീഫിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും അവർക്ക് ഡിപ്ലോയ് ചെയ്യുമ്പോൾ തന്നെ നല്ല ബ്രീഫ് ചെയ്യുക, അവരുടെ മേൽനോട്ടം ആവശ്യമുണ്ട്. അതിന് കാരണം നമ്മൾ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കുന്നതാണ്. ഓരോരോ ഇൻസിഡൻറ്റിന് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഭാഗത്തു നിന്ന് എല്ലാ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ നമ്മൾ പരസ്പരമായിട്ട് ബന്ധങ്ങളിലും നമ്മുടെ കമ്മ്യൂണിക്കേഷനിലുണ്ട്. ഒരു അടുത്ത ആഴ്ചയിൽ തന്നെ എത്രയും പെട്ടെന്ന് ഇന്നലെ വരെ നമ്മൾ ഓണാഘോഷത്തിൻ്റെ എല്ലാം ഓഫീസേഴ്സ് എല്ലാം ബിസി ആയിരുന്നു. നമ്മളതിൻ്റെ ഒരു പെട്ടെന്ന് ഒരു യോഗം ഉണ്ടാവും നമുക്ക്. DGPയുടെ വാക്കുകൾ ആശ്വാസകരമാണ്. അതിൽ ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടാവട്ടെ. ആത്മവിശ്വാസത്തോടുകൂടി ആളുകൾക്ക് പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കാനാവട്ടെ. ഇന്ത്യൻ പോലീസുകാരെ തിരുത്തട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.